3 ദിവസമായിട്ട് ഉള്ള പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഇന്നിപ്പോൾ പ്രതിനിധി സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വൈകുന്നേരം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഈ 3 ദിവസങ്ങളിലായിട്ട് നടന്ന സമ്മേളനങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 19 ഏരിയ കമ്മിറ്റികളാണുള്ളത്. ആ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 456 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ ആകെ പങ്കെടുത്തത്. 456 പ്രതിനിധികളാണ്. അതിൽ 41 പ്രതിനിധികളാണ് നമുക്ക് ചർച്ചയ്ക്ക് 5 മണിക്കൂറിലധികം സമയമാണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെട്ടത്. അതിൽ 41 പ്രതിനിധികളാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ഓരോ ഏരിയയിലെയും ഗ്രൂപ്പ് യോഗങ്ങൾ, ഡെലിഗേഷൻ കൂടി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങളാണ് പൊതുവേദിയിൽ പൊതു ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് സംഘടനയുടെ നിലവിലുള്ള പ്രശ്നങ്ങളും നാം ഇനി വരുന്ന നാളുകളിൽ എടുക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം സഖാക്കൾ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതിന് വിവിധ തലങ്ങളിലുള്ള മറുപടിയും കഴിഞ്ഞിട്ടാണ് സമ്മേളനം അവസാനിച്ചത്. പുതിയ കമ്മിറ്റിയെയും 46 അംഗ പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും 32 അംഗ സംസ്ഥാന 32 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. സമ്മേളനത്തിലെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി 15 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. പ്രതിനിധികൾ 20 വയസ്സാണ് ഏറ്റവും കുറഞ്ഞ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അത് ദേവിക, ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ദേവികയാണ് പ്രായം കുറഞ്ഞ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായി സമ്മേളനത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 8 നിലവിലുണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റിയിലെ 8 സഖാക്കൾ ഒഴിഞ്ഞു. പകരം 8 പുതിയ സഖാക്കളെയാണ് ഉൾപ്പെടുത്തിയത്. 46-ൽ 8 സഖാക്കൾ ഒഴിഞ്ഞ സഖാക്കൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആനാവൂർ നാഗപ്പൻ സഖാവ്, സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് എ റഹീം MP, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന സഖാവ് KC വിക്രമൻ, സഖാവ് പുത്തങ്കട വിജയൻ, പിന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്ന സഖാവ് V ജയപ്രകാശ്, ആറ്റിങ്ങൽ സുഗുണൻ, V അമ്പിളി, അഡ്വക്കേറ്റ് A റഷീദ്, അങ്ങനെ 8 ആളുകൾ സമ്മേളനത്തിൽ നിന്ന് ഒഴിയുകയും പുതുതായി 8 ആളുകൾ സമ്മേളനത്തിൽ വരികയും ചെയ്തു. അതൊന്ന് പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു, DYFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് V അനൂപ്, മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീജ ഷൈജുദേവ്, G സ്റ്റീഫൻ എല്ലാവർക്കും അറിയാം, VK പ്രശാന്ത്, OS അംബിക, പാർട്ടിയുടെ വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള RP ശിവജി, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഇങ്ങനെ 8 പേരാണ് പുതുതായിട്ട് കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 19 ഏരിയകളുണ്ടെങ്കിലും
വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തിൽ 5 ഏരിയകൾ മാത്രമാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വൈകുന്നേരത്തെ പ്രകടനത്തിലെ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രകടനം ആരംഭിക്കുന്നത്. ഒന്ന് മുക്കോല ജംഗ്ഷനിൽ നിന്നും മറ്റൊന്ന് വിഴിഞ്ഞം തിയേറ്റർ ജംഗ്ഷനിൽ നിന്നും. അപ്പോൾ 5 ഏരിയകളിലെ പ്രകടനവും റെഡ് വോളണ്ടിയർ മാർച്ചുമാണ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം നടക്കുന്നത്. പൊതുസമ്മേളനം ഒരു 5:30 മുഖ്യമന്ത്രി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമ്മേളനം നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നല്ല ചർച്ചയും തീരുമാനങ്ങളുമായിട്ട് വരുന്ന ആളുകളിൽ കൂടുതൽ പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വി അമ്പിളി നേരത്തെ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയാണ് വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ വനിതകളെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതായിട്ട് വന്നു. ആര്യ വന്നു, അതുപോലെ OS അംബിക വന്നു. അപ്പോൾ അങ്ങനെയെല്ലാം വന്നപ്പോൾ ഈ നേരത്തെ സെക്രട്ടറി ആയിരുന്ന ആളെന്നുള്ള നിലയിൽ നമ്മൾ അല്പം ഒഴിവാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ഇതിന് ശേഷം അവരെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ ഈ അംഗസംഖ്യയിൽ വേറെ മാറ്റമില്ലാത്തത് കൊണ്ട് ആണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ പാർട്ടി ചുമതലകൾ വലുതായിട്ടില്ല. അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം.